ഇനി നേരെ മലപ്പുറത്തേക്കാണ്. അവിടെ കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവ ശല്യം രൂക്ഷമാണെന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കടുവ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പശുവിനെ കടുവ കൊന്നിരുന്നു. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയ്ക്ക് സമീപമാണ് വീണ്ടും കടുവ എത്തിയത്. കടുവയെ പിടികൂടാൻ എത്രയും വേഗം കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജംഷീർ കൊടങ്ങി ചേരുന്നുണ്ട്. ജംഷീർ, വലിയ ഭയാശങ്കയിലാണ് അടക്കാക്കുണ്ടിൽ നാട്ടുകാർ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പശുവിനെ അടക്കം ഈ കടുവ കൊന്നിരുന്നു. അപ്പോൾ ഇത്തവണ ഇപ്പോൾ കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ CCTV ദൃശ്യങ്ങളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? എന്ത് നടപടിയാണ് വനംവകുപ്പ് ഇപ്പോൾ പ്രദേശത്ത് സ്വീകരിച്ചിരിക്കുന്നത്? അജിൽസ്, തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ അധികമായി എന്ന് വെച്ചാൽ മാസങ്ങളായി ഒരു വലിയ ആശങ്കയിലാണ് ഇവിടെ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ റാവുത്തൻകാടിൽ ഒരു തൊഴിലാളിയെ കടുവ കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കി. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ കടുവയെ അവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ മറ്റൊരു കടുവ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രദേശത്തെ 70 ഏക്കറിനോട് ചേർന്നുള്ള മലയപ്പള്ളി ജോസ് എന്ന ആളിന്റെ പശുവിനെ തൊഴുത്തിൽ നിന്ന് കടിച്ചു കൊണ്ടുപോയി ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്തേക്ക് കടിച്ചു കൊണ്ടുപോയി പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ ക്യാമറക്ക് സമീപമാണ് വീണ്ടും ഇപ്പോൾ കടുവ എത്തിയിരിക്കുന്നത്. ഈ ക്യാമറയിലാണ് ഇപ്പോൾ കടുവയുടെ ചിത്രം പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമീപത്തായിട്ടാണ് ഇപ്പോൾ ഈ കടുവ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാൻ കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നുള്ളൊരു ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഈ റാവുത്തൻകാട്, നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന റാവുത്തൻകാടിന് ഏതാണ്ട് സമീപം തന്നെയാണ് ഈ സ്ഥലവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാനായി കൂടുകൾ, എത്രയും വേഗം കൂടുകൾ സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാർ വലിയ തരത്തിൽ ഭയാശങ്കയിലാണ്. വലിയ ഭീതിയിലാണ് അടക്കാക്കുണ്ട് നിവാസികൾ. കടുവ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് അവർ.